ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയിലൂടെയായി വിശേഷങ്ങൾ പങ്കിടുന്നവരാണ് സംഗീതയും അനിൽകുമാറും. ഇവരുടെ മൂത്ത മകളായ പൊന്നുവും രണ്ടാമത്തെ മകളായ നന്ദനയും പ്രണയിച്ച് വിവാഹിതരായവരാണ്. രണ്ടുപേരും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. പൊന്നുവിനെയും ഷെബിനെയും പിന്നീട് അച്ഛനും അമ്മയും സ്വീകരിക്കുകയായിരുന്നു. വിവാഹ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് നന്ദന ഇറങ്ങിപ്പോയത്. നെഗറ്റീവ് കമൻറ്റുകൾക്ക് മറുപടി നൽകിയെത്തിയിരിക്കുകയാണ് സംഗീതയും അനിൽകുമാറും. ഞങ്ങളെപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ മക്കൾക്ക് ഇതൊന്നും പുതുമയല്ല. അവർ ഓർമ്മ വെച്ചപ്പോൾ മുതൽ കാണുന്നത് ഇതൊക്കെ തന്നെയാണ്. പ്രൈവസി വേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെയാണ്. ഒന്ന് കെട്ടിപ്പിടിച്ചാലും ഉമ്മ വെച്ചാലും അതിലെന്താണ് കുഴപ്പം? ആൾക്കാർ പറയുന്നത് പോലെ പറയട്ടെ, അതുകൊണ്ടൊന്നും ഞാൻ നിർത്തില്ലെന്നായിരുന്നു അനിൽകുമാറിൻ്റെ കമൻറ്റ്. ഇത് ഞങ്ങളുടെ സ്നേഹപ്രകടനമാണ്. തെറ്റായി കാണേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഇത് മക്കളുടെ മുന്നിൽ വെച്ച് ചെയ്യാറുണ്ട്. പൊന്നുവും ഷെബിനുമൊക്കെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഉമ്മ വയ്ക്കാറുണ്ട്. അതിലൊരു മോശവും ഞങ്ങൾ കാണുന്നില്ല. അവർ പിണങ്ങിയിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ടെൻഷൻ വരുന്നത്. ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് പലരും നമ്മളെ കുത്തി നോവിക്കുന്നുണ്ട്. ചിലതൊക്കെ കാണുമ്പോൾ മനസ്സ് വിഷമിക്കാറുണ്ട്. ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് അങ്ങോട്ട് പോവും. ഞാൻ എന്താണ് ആലോചിക്കുന്നതെന്ന് അനുവേട്ടന് പെട്ടെന്ന് പിടികിട്ടും. നമുക്കിവരില്ലേ, ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എന്ന് ചോദിച്ച് മനസ്സ് മാറ്റും. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ മക്കളെ സന്തോഷിപ്പിക്കും. അതിനിപ്പോൾ ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും വകവയ്ക്കില്ല. ആളില്ലെന്ന് വെച്ച് കുണുക്കൻ്റെ പിറന്നാൾ ആഘോഷിക്കാതെ ഇരിക്കാൻ പറ്റുമോ? തിരിച്ചടി കിട്ടാതെ ഇരിക്കുന്നിടത്തോളം കാലം ഇവരെയെല്ലാം സന്തോഷിപ്പിച്ച് ഞങ്ങൾ കൂടെ കാണുമെന്നായിരുന്നു അച്ഛൻ പറഞ്ഞത്. ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഞങ്ങളെല്ലാം ഒന്നിച്ച് കഴിക്കാറുണ്ട്. കുണുക്കന് പുറത്തുനിന്ന് സദ്യ വാങ്ങിക്കൊടുത്തിരുന്നു. ഒരു ദിവസം ഇവിടെ സദ്യ ഉണ്ടാക്കിയെന്നും സംഗീത പറഞ്ഞിരുന്നു. പൊന്നുവിനൊപ്പമായി വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ചും സംഗീത പറഞ്ഞിരുന്നു. മേക്കപ്പ് ചെയ്യുന്നതും റെഡിയാവുന്നതുമൊക്കെയാണ് കാണിച്ചത്. ഒരേപോലെയായിരുന്നു രണ്ടുപേരുടെയും കോസ്റ്റ്യൂം. പെൺകുട്ടികളെയാണ് എനിക്ക് ഇപ്പോഴും കൂടുതൽ ഇഷ്ടം. അതുപോലെ ഒരു പേടിയുമുണ്ട്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നല്ലേ, അതാണ് അവസ്ഥയെന്നും സംഗീത പറയുന്നു.